ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു സ്കിൻ ഫിനിഷ് മേക്കപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്കിന്നുകൾക്കാണ് ഏറ്റവും ഭംഗി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് സൈനറിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് നമ്മൾ ലെൻസ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ചെറിയ ഐസ് ആയാലും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു, ലെൻസ് എങ്ങനെ ഈസി ആയിട്ട് വെക്കുക എന്നുള്ളത്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിയോളൂ. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആളുടെ ഒരു നോർമൽ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജോവീസിൻ്റെ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അത് നല്ലതുപോലെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയതിനു ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. എപ്പോഴും ഇങ്ങനത്തെ സ്കിന്ന് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഈ സ്കിന്നിൽ നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് പക്കയാണെങ്കിൽ നമുക്ക് ഏത് സ്കിന്നും എപ്പോഴും നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ സ്കിന്നാണ് എപ്പോഴും ചെയ്താലും ഭംഗി കാണാനായിട്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാം കേട്ടോ. ബെനഫിറ്റിൻ്റെ പോമേഡാണ് കേട്ടോ യൂസ് ചെയ്തത്. അത്യാവശ്യം ഐബ്രോസ് ഉണ്ട്, പക്ഷേ ഐബ്രോസിന് ഷെയ്ഡ് ഒരു പിഗ്മെൻറ്റ് കുറവാണ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ആണ് കേട്ടോ യൂസ് ചെയ്തത്. പിന്നെ PSCയുടെ ജെൽ ലൈനർ വെച്ചിട്ട് നമ്മളൊരു സ്മോക്കി ഐസ് കൊടുത്തായിരുന്നു. സൈനറുടെ ഐസ് വളരെ ചെറുതാണ്, അതുകൊണ്ട് ഒരു ചെറിയ സ്മോക്കിയും പിന്നെ ഒരു വിങ്ങിട്ടഡ് എഴുതി കൊടുത്തു. അപ്പോൾ ഐ മേക്കപ്പ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ റീസെൻ്റ് ചെയ്ത എൻ്റെ വീഡിയോസിലൊക്കെ ഐ മേക്കപ്പ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നോർമൽ ഷെയ്ഡ് ഇട്ടിട്ട് ഒരു ഗോൾഡൻ ഗ്ലിറ്ററാണ് കൊടുത്തത്. കാരണം ഡ്രസ്സിൽ നല്ല ഗോൾഡൻ വർക്കാണ് വരുന്നത്, ഒരു റെഡും ഗോൾഡൻ ഗ്ലിറ്ററാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഗോൾഡൻ ഗ്ലിറ്ററും കൊടുത്തു, ഷിമ്മറും കൊടുത്തിട്ടുണ്ട്. സ്മോക്കി ചെയ്തു. ദെൻ നമ്മൾ അർബൻ ഡിക്കയുടെ സ്കെച്ച് ലൈനർ വെച്ചിട്ട് ഒരു വിങ് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് എഴുതി കൊടുത്തു. ഇത് നമ്മുടെ മാസിൻ്റെ മസ്കാരയാണ് കേട്ടോ. അഫോർഡബിൾ റേഞ്ചാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേക്ക് ലാഷസോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, ആളുടെ ഓൺ ലാഷസിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ കണ്ടില്ല, അതിൻ്റെ ഒരു നമ്മൾ നോർമൽ ഫേക്ക് ലാഷസ് വെച്ച പോലെ തന്നെ തോന്നുന്നില്ല ആളുടെ ലാഷസ്. അതിനകത്ത് 2 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് 1 ഭയങ്കര തിന്നായിട്ടുള്ള കേൾസും കിട്ടാനും തിക്കായിട്ടുള്ളത് കിട്ടാനുള്ളതുണ്ട് കേട്ടോ മാസിൽ. ഇത് നമ്മുടെ അർബൻ ഡിക്കയുടെ സ്കെച്ച് ലൈനറാണ്. അത് വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുത്തു. നമ്മൾ സ്മോക്കി ചെയ്താലും ആ ലാഷ് ലൈൻ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ഒന്ന് എഴുതി കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു വിങ്ങൊക്കെ ഇട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ ഞാനൊന്ന് വിങ്ങിട്ടിട്ട് എഴുതി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഐ മേക്കപ്പ് കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ഞാൻ ബോബി ബ്രൗണിൻ്റെ ചെറിയൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും ബേസിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ വാട്ടർമെലൺ ഗ്ലോ റെസിപ്പി ഓൾറെഡി നമ്മൾ ഒന്ന് പ്രെപ്പിംഗ് ടൈമിൽ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. നെക്സ്റ്റ് പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ ഒട്ടുമില്ല കേട്ടോ. സൈനയുടെ സ്കിന്ന് വന്നിട്ട് നല്ല ഈവണാണ്. നമുക്കതുകൊണ്ട് ഒത്തിരി കളർ കറക്ഷൻ്റെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഫെയർ സ്കിന്നിൽ പോയിട്ട് മേക്കപ്പ് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും ബിഗിനേഴ്സിനോടാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ സ്കിന്ന് യൂസ് ചെയ്തോളൂ. ഭയങ്കര നമ്മൾ പിന്നെ നമുക്ക് ഏതൊരു സ്കിന്ന് വന്നാലും നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഏറ്റവും നല്ല സ്കിൻ ഇങ്ങനത്തെ സ്കിന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ സ്കിന്നിൽ മേക്കപ്പ് ചെയ്യാനാണ് കേട്ടോ. അവരുടെ സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാം കേട്ടോ. ചെയ്തെടുത്ത ഏറ്റവും ഭംഗി കാണാനായിട്ട് ഇവരുടെ സ്കിന്നാണ്. ഇത് നമ്മുടെ ബോബി ബ്രൗണിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ യൂസ് ചെയ്ത ഫൗണ്ടേഷൻ വന്നിട്ട് മേക്കസ് മിയ എന്നുള്ള ഫൗണ്ടേഷനാണ്. അതിൻ്റെ ഒരു 301 എന്നുള്ള ഷെയ്ഡ് ഉണ്ട്. അത് ഇങ്ങനത്തെ ഒരു ചോക്ലേറ്റ് സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ട് പോകട്ടെ. നല്ല അടിപൊളി ഫൗണ്ടേഷനാണ്, പെട്ടെന്ന് ബ്ലെൻഡ് ആവും. ഭയങ്കര ബ്ലെൻഡബിളാണ് കേട്ടോ. നമുക്ക് ഒട്ടും തിക്കല്ല, പക്ഷെ നല്ല കവറേജും തരുന്ന നല്ല അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാൻ പല വീഡിയോസിൽ മേക്കസ് മിയ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മേക്കസ് മിയ ഒരു അടിപൊളി ബ്രാൻഡാണ്. നമുക്കൊരു 1500 റേഞ്ചിൽ കിട്ടും. അത് അൻസൻസാരിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. പുറത്ത് ഞാൻ എവിടെയും നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ബ്രാൻഡാണ്. എന്നാൽ നമുക്ക് നല്ല കവറേജും ലഭിക്കും കേട്ടോ. അത്യാവശ്യം നല്ലപോലെ കവറേജ് ലഭിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വൺ ഓഫ് ദ എന്താ പറയുക ഫേവറേറ്റ് ആണ് എൻ്റെ മേക്കസ് മിയ വന്നിട്ട് കേട്ടോ. അതിൻ്റെ 2 ഷെയ്ഡാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഞാനത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യാൻ കേട്ടോ. 202 ഉണ്ട്, 301 ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാ സ്കിന്നുകാർക്കും അങ്ങനെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. ലോങ് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ബ്രൈഡ്സിൻ്റെ സമയത്ത് ഒട്ടും എന്താ പറയുക വീഡിയോസിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല കേട്ടോ. കാരണം അവർ മിക്കവാറും ഇപ്പോൾ വരുന്ന എല്ലാ മേക്കപ്പും ഏർലി മോർണിംഗ് വരുന്നത്. അപ്പോൾ ഞാനത് പരമാവധി ഷോർട്സ് പോലും നോക്കാറില്ല. ഞാൻ മേക്കപ്പ് ചെയ്യും പോരും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ അടുത്തൊന്നും ഇങ്ങനെ ലോങ് വീഡിയോസ് ഇടാനായിട്ട് പറ്റാതിരുന്നത്.
പിന്നെ ലോങ് വീഡിയോ ഇടണമെങ്കിൽ എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ അതിനൊന്നും പറ്റാത്തൊരിതാണ്. കുറച്ച് തിരക്ക് കാര്യങ്ങളുണ്ട്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വീട് പണി നടക്കുന്നത് കൊണ്ട് അതിൻ്റെ പിന്നാലെ ഓട്ടത്തിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് വേണം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടാനായിട്ട്. കുറേ പേർക്ക് അല്ല, എന്നാലും വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. ഞാൻ ആക്ച്വലി ഇങ്ങനെ പ്രോഡക്റ്റ് എടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേ ബി ഞാൻ വീഡിയോ ഇടണത് ചിലപ്പോൾ 1 month ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് പ്രോഡക്റ്റ് ചിലപ്പോൾ മേ ബി എൻ്റെ ഓർമ്മയിൽ ഏതോ യൂസ് ചെയ്ത് നമ്മൾ അറിയാം. അപ്പോൾ ഞാനത് എന്തായാലും നിങ്ങൾക്കും യൂസ്ഫുള്ളാവും. അപ്പോൾ എനിക്കൊരു ഓർമ്മ കിട്ടില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് എടുത്തും കൂടെ കാണിച്ചത് ഈ പ്രാവശ്യം. പരമാവധി ഇങ്ങനത്തെ വീഡിയോസ് ആക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കാം, തുടർന്നുള്ള വീഡിയോസിൽ നോക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കവറേജ് കാണുമ്പോൾ തന്നെ അറിയാം, ആ സ്കിന്നിലോട്ട് സെയിം സ്കിന്നാണ്. നമ്മൾ സെയിം എന്താ പറയുക, ഒട്ടും തന്നെ ഒന്ന് ഫെയർ ആക്കി ഒന്നും ചെയ്തിട്ടില്ല. സൈനോറിൻ്റെ സ്കിന്നിൻ്റെ സെയിം ടോൺ തന്നെയാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്തത്. നമുക്ക് ഈ ഷോപ്പിലും കൂടെ അതുള്ളത് കൊണ്ട്, അവിടെ സലൂണിലും കസ്റ്റമർ വരുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അവരോട് ഒന്ന് ബ്ലെൻഡ് ചെയ്തോളാം പറഞ്ഞിട്ട്, ഫൗണ്ടേഷൻ മാത്രം അവരോടൊന്ന് ഇട്ടോളാം പറഞ്ഞിട്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ട് പോയിട്ടോ. അവരും ചെയ്യണതാണ്, അവർ തന്നെയാണ് എന്നെ അസിസ്റ്റ് ചെയ്യാറ്. അപ്പോൾ അവരെ നല്ലതുപോലെ തന്നെ അവരും ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രണ്ടും കൂടെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് സലൂണിൽ തിരക്കാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും പോകണം. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇങ്ങനെ പ്രോപ്പറായിട്ടൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. മേ ബി ഞാൻ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസൊന്നും ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാതായത്. പിന്നെ ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോട്ടത് അവിടെ ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കാൻ മനസ്സുള്ളവരായ കാരണം കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അവർ അത്യാവശ്യം നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ പൗഡർ സെറ്റിങ് ചെയ്തത് ഞാൻ ബ്ലഷ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ. കാരണം ഞാനൊരു ക്രീം ബ്ലഷ് തന്നെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ക്രീം ബ്ലഷ് അവോയ്ഡ് ചെയ്ത് ബാക്കി ഏരിയാസിലാണ് പൗഡർ സെറ്റിങ് കൊടുത്തത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവരുടെ നെക്ക് ഇത് കണ്ടോ, ഈ നെക്ക് ഏരിയയിൽ നല്ലതുപോലെ കവർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ നെക്ക് വേറൊരു ഷെയ്ഡും ഫേസ് വേറൊരു ഷെയ്ഡായിട്ട് എനിക്ക് ഭയങ്കര വ്യത്യാസമായിരിക്കും ഫോട്ടോസിൽ. മേ ബി ഫോട്ടോസിൽ അവർ എഡിറ്റ് ചെയ്യെങ്കിലും ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും കേട്ടോ. പിന്നെ അതാ ഈ മൈ മേക്കപ്പ് സ്റ്റോറിയുടെ ബ്ലഷറുണ്ട്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ കുറേ ബ്ലഷുകൾ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്ലഷ് പാലറ്റാണ് കേട്ടോ ഈ മൈ മേക്കപ്പ് സ്റ്റോറി. അതിനകത്ത് തന്നെ നമുക്ക് ഹൈലൈറ്റിങ് കളേഴ്സും വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ സ്കിന്നിന് ഓക്കെയാണ്. പിന്നെ ചെറിയ രീതിക്കൊരു പൗഡർ സെറ്റിങ് കൊടുത്തു. അത് ഷാർലറ്റ് ടിൽബറിയുടെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്ത്, മീഡിയം ഷെയ്ഡാണ് യൂസ് ചെയ്തത്. ജസ്റ്റ് ആളുടെ ബ്ലഷ് ഇട്ട ഭാഗങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ അണ്ടർ ഐസ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തായിരുന്നു. എഴുതിയിട്ടില്ല, കാരണം ഓൾറെഡി ആളുടെ ഐസ് വന്നിട്ട് വളരെ കുഞ്ഞ് ഐസാണ്. അപ്പോൾ നമ്മളതൊന്നും കൂടി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണമെന്നാണ് എപ്പോഴും ബെറ്റർ. പിന്നെ ഇതാ നമ്മുടെ മാസിൻ്റെ ഒരു ലിപ് ലൈനർ വെച്ചിട്ട്, നല്ല ഡാർക്ക് ലിപ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്തു. അത്യാവശ്യം പിഗ്മെൻറ്റഡ് ലിപ്സ് ആയ കാരണം നമ്മൾ ഡാർക്ക് ലിപ്സ്റ്റിക്ക് കൊടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ചോയ്സ്. പിന്നെ ഡ്രസ്സും വന്നിട്ട് അത്യാവശ്യം ഒരു ഡാർക്കാണല്ലോ. അപ്പോൾ ഇതാണ് ഫുൾ നമ്മുടെ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡൊക്കെ. ദെൻ നമ്മുടെ PSCയുടെ ഫിക്സർ അടിച്ച് കൊടുത്തു കേട്ടോ. എപ്പോഴും PSCയുടെ ഫിക്സർ ഫസ്റ്റ് അടിച്ച് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോറിയലിൻ്റെ ഒരു ഫിക്സറും കൂടെ അടിച്ചു കൊടുത്തു. അത് നമുക്കൊരു നൈറ്റായിട്ട് നമ്മൾ ചെയ്ത മേക്കപ്പ്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക് കാര്യങ്ങളൊക്കെ. ഹെയർ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ഹെയർ ഡു ആണ് ചെയ്തത്. ബാക്കിലേക്ക് ഒന്ന് കെട്ടിവെച്ചു, സ്റ്റാൻസോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത് കണ്ടോ, വളരെ ഇരുട്ടത്താണ് ഇത് ചെയ്തത്. എന്നിട്ടുള്ള ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന വീഡിയോസായിട്ട് ഇനിയും വരാം കേട്ടോ. ഇത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. കണ്ട ഒരു ഫൗണ്ടേഷൻ്റെ ഒരു ഗ്ലോ തന്നെ കണ്ട. പിന്നെ നല്ല ഗ്ലാസ് ഫിനിഷിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും ബായ്.